ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. 5:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റായിരുന്നു. അപ്പോൾ ഇന്ന് ആമിക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ലഞ്ച് ബോക്സിൻ്റെ ഇതും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലഞ്ച് ബോക്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുക്കർ ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പെരിഞ്ജീരകമില്ലേ, അതും കുറച്ച് നല്ല ജീരകം ഉണ്ടെങ്കിൽ അതും. ഞാനിപ്പോൾ നല്ല ജീരകം ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാള ചെറുതായി നുറുക്കിയതും, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഒരു പച്ചമുളകും മതി കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുന്ന ആയതുകൊണ്ട് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഒരു പച്ചമുളക് ഇട്ടത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മെയിനായിട്ട് ഇതിന് വേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ റൈസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഈസിയാണ് കേട്ടോ. നമുക്കിപ്പോൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഒരുപാട് കറികളൊന്നും രാവിലെ ഉണ്ടാക്കാനായിട്ട് വെജിറ്റബിൾസ് ഒന്നും അടുത്തില്ലെങ്കിലും ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അതൊരു 1-2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടേക്കുകയാണ്. പിന്നെ മറക്കാതെ തന്നെ ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കായപ്പൊടി ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊട്ടറ്റയുടെ ഇത് ഗ്യാസ് അല്ലേ, അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഗ്യാസ് ഫോം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കായപ്പൊടി ഒരു നുള്ളു ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ പൊട്ടറ്റോ ഫ്രൈ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ ഒരു നുള്ളു കായപ്പൊടിയും കൂടി ഇട്ട് നോക്കൂ. അതുപോലെ തന്നെ പൊട്ടറ്റോ മസാലയൊക്കെ ചെയ്യത്തില്ലേ നമ്മൾ പൂരിയുടെ കൂടെയൊക്കെ, പൊട്ടറ്റോ കൊണ്ട് ഏത് കറി ചെയ്യുമ്പോഴും കുറച്ചൊരു പിഞ്ച് കായപ്പൊടി കൂടി ഇട്ടേക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്യാസ് വരത്തില്ല കേട്ടോ. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അവസാനമായിട്ട് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചോറെന്ന് പറയുന്നത് ഞാൻ ഇവിടുത്തെ നമ്മുടെ പൊന്നി റൈസിൽ വേവിച്ചെടുത്തേക്കുന്ന ചോറാണ്. ഈ ഒരു റൈസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബിരിയാണി റൈസില്ലേ, ബാസ്മതി റൈസ്, അത് വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചോറ് അങ്ങോട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആ പൊട്ടറ്റോ വെന്ത് കിട്ടുന്ന ഒരു ടൈം മാത്രമാണ് നമുക്ക് ആവുള്ളൂ. ഈസിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇവിടെ ആമിയുടെ ഫേവറേറ്റ് ആണിത്. പിന്നെ അവസാനമായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി നുറുക്കി ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ലല്ലേ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ റൈസ് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആമിക്ക് ഇതുപോലെ സ്കൂളിൽ മിക്കവാറും ഒക്കെ ലഞ്ച് ബോക്സിന് വെറൈറ്റി റൈസസ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇത് വെച്ചത്, പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചോറ് ഇത്രയ്ക്കും വേവിക്കേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വേവിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചോറ് വേവിച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പൊട്ടറ്റോയിൽ ഈ ഒരു വെന്തിട്ടുള്ള ചോറും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓംലെറ്റോ അല്ലെങ്കിൽ ഒരു സാലഡോ ഒക്കെ ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഞാനിപ്പോൾ ആമിക്ക് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല കേട്ടോ, അവൾക്ക് കോൾഡ് ഉള്ള കാരണം കൊണ്ട് തൈര് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇതായിരുന്നു എൻ്റെ പരിപാടി. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പോയി കിച്ചണിൽ അവൾക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം പാക്ക് ചെയ്യും. ഞാൻ മിക്കവാറും അങ്ങനെ രാവിലത്തെ ഈ ഒരു ലഞ്ച് ബോക്സൊക്കെ ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട് നിൽക്കാറില്ല കേട്ടോ, കാരണം നമുക്ക് സ്പീഡ് കിട്ടത്തില്ല. അങ്ങനെ ആമിയുടെ ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആമിക്ക് 8:30 പോയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതിന് മുന്നേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ചയല്ലേ, അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്കൊക്കെ വെക്കണം എനിക്ക്. ആമിയെ സ്കൂളിൽ വിടുന്നതിന് മുന്നേ ഞാനിതൊക്കെ ചെയ്യും. സാധാരണ ഒരു 6 മണിക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് കോലമൊക്കെ വരയ്ക്കേണ്ടതാണ്. ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെന്നൈയിൽ. അപ്പോൾ ഈ അടുത്ത ഇടയ്ക്കായിട്ട് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ദേവൂട്ടി രാജ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കോലം ഇടുന്നതിൻ്റെ വീഡിയോയും കൂടി ഒന്ന് ഷോർട്സ് ആയിട്ട് ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കോലം ഇടാൻ ഞാൻ ഒട്ടും പെർഫെക്റ്റ് ഒന്നും അല്ല, ഞാനും പഠിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ വരയ്ക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നതാണ്. പെർഫെക്ഷൻ ഒന്നും ഞാൻ നോക്കാറില്ല. അപ്പോൾ ഇതുപോലെ ഫോണിൽ നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഷേപ്പൊക്കെ ഒരുപാട് മാറിപ്പോവും. ഞാൻ ഫോണിൽ കാണുന്ന അതേ ഡിസൈൻ ആയിരിക്കില്ല ലാസ്റ്റ് ചെയ്തു വരുമ്പോൾ കിട്ടുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഷോർട്സ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഷോർട്സ് ഇടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ വീഡിയോ എടുക്കേണ്ടി വരില്ലേ, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ലോങ് വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. പിന്നെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഞാനിങ്ങനെ കളറിലുള്ള കോലാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കോലം, ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഉരുളിയിൽ പൂക്കളൊക്കെ ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്കിപ്പോൾ എല്ലാവർക്കും ഇതൊന്നും വീട്ടിൽ ഉണ്ടായി എന്ന് വരത്തില്ല. എല്ലാവർക്കും ചിലപ്പോൾ ഇതിനോട് താല്പര്യം ഉണ്ടായിന്ന് കാണത്തില്ല. അപ്പം ഞാനിതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ സന്തോഷങ്ങളാണ്. എനിക്കിതൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിത് നിർബന്ധമായിട്ട് ഇതൊക്കെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീടിനുള്ളിൽ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി കൊണ്ട് വരാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് കേട്ടോ ഞാൻ കരുതുന്നത്. നമ്മുടെ വീട് എത്രത്തോളം വൃത്തിയാക്കി വെക്കുന്നുവോ അല്ലെങ്കിൽ വീട് എത്രത്തോളം നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിടുന്നുവോ എന്നതിനനുസരിച്ചായിരിക്കുള്ളൂ നമ്മുടെ വീടിനുള്ളിലെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ എല്ലാത്തിനും അപ്പുറം നമ്മുടെ മനസ്സ് എപ്പോഴും കാമായിട്ടും പീസ്ഫുള്ളായിട്ടും ഇരിക്കും എന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലാണെങ്കിലും നമുക്ക് ചുറ്റുമാണെങ്കിലും ഒരു പോസിറ്റിവിറ്റി നിറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും വിളക്കൊക്കെ ഒന്ന് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ, അതുപോലെ തന്നെ വ്യാഴാഴ്ചയും നെയ്വിളക്ക് വെക്കാറുണ്ട്. അപ്പോൾ ഞാനിതുപോലെ 2 ഇടിഞ്ഞിലാണ് നെയ്യ് ഒഴിച്ചിട്ട് വിളക്ക് വയ്ക്കുന്നത്. എനിക്കിതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷവും ഒരു വല്ലാത്തൊരു എന്താ പറയേണ്ടത്, അതെനിക്ക് ചിലപ്പോൾ ചിലർക്കെങ്കിലും ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. സാധാരണ ദിവസത്തേക്കാളും നല്ലൊരു പോസിറ്റിവിറ്റി എനിക്ക് തോന്നാറുണ്ട്. പിന്നെയെന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത് ഇതുപോലെ കമ്പ്യൂട്ടർ സാമ്പ്രാണിയാണ് കൂടുതലായിട്ട് ഞാൻ മേടിച്ച് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഈ റീസെൻ്റായിട്ട് ഞാനിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ദശാങ്കോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പൗഡർ ഇങ്ങനെ മേടിക്കാനായിട്ട് കിട്ടി. കമ്പ്യൂട്ടർ സാമ്പ്രാണിയേക്കാളും കുറച്ചും കൂടി നല്ലതാണെന്നാണ് കടയിലിരുന്നവർ പറഞ്ഞത്. കാരണം മറ്റേതൊക്കെ കെമിക്കലൊക്കെ ചേർന്നിട്ടാണ് അത്രേ വരുന്നത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കുന്തിരിക്കം പോയിക്കുന്നതാണ് കേട്ടോ വീട്ടിൽ. അപ്പോൾ നമുക്കിത് അങ്ങാടി കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ പാക്കറ്റുകളിലൊക്കെ വരുന്നത് മിക്കവാറും കെമിക്കൽ ചേർന്നിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ കേട്ടതിന് ശേഷം ഞാൻ അങ്ങനെ ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ സാമ്പ്രാണി എടുക്കാറില്ല. ഈ പൗഡറാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിട്ടുള്ള ഈ സ്റ്റിക്കുകളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ കെമിക്കൽ ചേർത്ത് വരുന്നത് അല്ലാത്തതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലേ. നല്ലതാണെന്ന് പറഞ്ഞ് കിട്ടുന്നത് എല്ലാ സാധനത്തിലും കെമിക്കൽസ് ഉണ്ടായിരിക്കും. ഈവൻ നമ്മുടെ വെജിറ്റബിൾസ് പോലും കെമിക്കൽ ചേർന്നിട്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടുന്നതല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പൗഡർ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൂജാ ഷോപ്പുകളിലൊക്കെ കിട്ടും പ്യുവർ ആയിട്ടുള്ള പൗഡർ. ഇതുപോലത്തെ സാമ്പ്രാണി പൗഡറും മേടിക്കാനായിട്ട് കിട്ടും. ദശാങ്കം എന്ന് പറയുന്നത് നല്ല മണമാണ് കേട്ടോ. അതുപോലെ തന്നെ ജവ്വാദ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല. അപ്പം ഞങ്ങളിങ്ങനെ കടയിൽ പോയി ഇതെടുത്തപ്പോഴത്തേക്കും അവിടെ നിന്നിട്ടുള്ളൊരു ആൻറ്റി പറഞ്ഞു തന്നതാണ് ഇതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാനിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, വീട്ടിൽ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാമായിട്ടുള്ള മന്ത്രയും അതുപോലെ എന്തെങ്കിലുമൊക്കെ മ്യൂസിക്കൊക്കെ വീട്ടിൽ വെച്ചേക്കും. ഭയങ്കര റിലാക്സ്ഡ് ആവും നമ്മുടെ മൈൻഡ്. കുറേ നേരം ഞാനിത് കേട്ടുകൊണ്ടിരിക്കും. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം നമ്മുടെ ഫോണിൽ തന്നെ യൂട്യൂബിനകത്ത് ഇതുപോലെ മോട്ടിവേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണത്തില്ലേ, അതൊക്കെ ഞാനിങ്ങനെ കേൾക്കും കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ഫോണിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തുടരെ അങ്ങനത്തെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അല്ലേ വരുന്നത്. പക്ഷേ അതേസമയം നമ്മൾ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ന്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് കാണുവാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ഫോൺ എപ്പോൾ എടുത്തു കഴിഞ്ഞാലും അങ്ങനത്തെ കുറേ നെഗറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ലൈഫും ഇങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത് അല്ലേ. നമ്മളിപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് കേൾക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഫുൾ നെഗറ്റീവ് ആയിട്ട് ആ ഒരു ഡേ ഇത് ഇങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ മൈൻഡ് കാമായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്തിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ, നല്ല കാര്യങ്ങൾ സംസാരിക്കുകയും നമ്മൾ നല്ല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസം മൊത്തം പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുന്നത്.
അത് കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ബുക്കിൻ്റെ കാര്യം കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ബുക്സ് ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്നോട് സൂര്യയാണ് പറഞ്ഞത്, ഇതുപോലെ ഇങ്ങനെ ഒരു ബുക്കുണ്ട്, ഇത് നീ വായിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇത് ചെന്നൈയിലുള്ളൊരു സ്റ്റോറിയാണ് കേട്ടോ, റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. എനിക്ക് തോന്നുന്നത് ഇതിനോടകം തന്നെ മിക്കവാറും എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഫാമിലിയിലുള്ള ആരൊക്കെയാണ് ഇത് വായിച്ചിട്ടുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, മറക്കരുതേ. ഞാനിത് മീഷോയിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. റേറ്റ് ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, സൈഡിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരിക്കലെന്ന് പറയുന്ന എൻ മോഹനൻ്റെ ബുക്കും അതുപോലെ തന്നെ ഈ റാം കെയർ ഓഫ് ആനന്ദി, ഈ 2 ബുക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. കോംബോ ഓഫർ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ഈ ഒരു ദിവസം ഏകദേശം ഞാൻ പകുതിയോളം ബുക്ക് വായിച്ചായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്നൈയിൽ താമസിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊന്ന് വായിച്ച് നോക്കൂ. ഇതിനോടകം വായിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പിന്നെ നമ്മൾ റീസെൻ്റായിട്ട് വെഡ്ഡിങ് ഡേയുടെ അന്ന് പുറത്ത് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതുപോലെ മറീന ബീച്ചിലുള്ള വിവേകാനന്ദ മ്യൂസിയത്തിൽ. അപ്പോൾ അവിടെ പോയപ്പോഴത്തേനും കുറച്ച് ബുക്ക്സ് ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് മേടിച്ചിട്ടുള്ള ബുക്ക്സ്. കുറച്ച് മെഡിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സാണ്. പിന്നെ ഈ ആൽക്കമിസ്റ്റിൻ്റെ ബുക്ക് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് സൂര്യ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബുക്ക് ഞാൻ മാളിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ബുക്സ് റീഡിങ്ങിനോട് കുറച്ച് കൂടുതൽ പ്രിയം തോന്നിയിട്ടുണ്ട്. ഞാൻ ഒട്ടും വായിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ള കളക്ഷൻസ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ബുക്സൊക്കെ നിങ്ങൾക്ക് തുടക്കത്തിൽ വായിക്കാൻ പറ്റുന്ന നല്ല ബുക്സാണ്. അപ്പോൾ നമുക്ക് വായനയിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി സമയം പോകുന്നതും അറിയത്തില്ല. നമുക്ക് കുറേ അറിവുകൾ കിട്ടും, കുറേ ആളുകളുടെ ജീവിതം മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് തീരെ വായിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഞാൻ പോലും അറിയാതെ ഞാൻ ഇതിലേക്ക് വന്നതാണ്. അപ്പോൾ അതിന് നിമിത്തമായത് എൻ്റെ കൂട്ടുകാരിയാണ്, സൂര്യയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കും ചുമ്മാതിരുന്ന് ബോറടിക്കുന്നു അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഇതുപോലെ ബുക്സ് മേടിച്ച് വെച്ചിട്ട് വായിക്കാം കേട്ടോ. ഞാനെല്ലാം ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ നമുക്ക് മീഷോയിൽ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാ ബുക്സും കിട്ടും. കുറച്ച് റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മറ്റേ ഫ്ലിപ്കാർട്ടിലും ആമസോണിലത്തേക്കാളും നല്ല റേറ്റ് കുറവാണ്. മലയാളത്തിലുള്ള ബുക്സ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ തുടക്കത്തിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ബുക്സ് എടുക്കുക. പിന്നെ ഓരോന്നിലും വിഷയം മാറ്റി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രീം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഈ ഒരു ഷൂറാക്കിൻ്റെ അടിഭാഗത്തെ പോർഷനിലാണ് നമ്മുടെ ബുക്സ് വയ്ക്കാനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഇതുപോലെ ഈ ഷൂറാക്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും അറേഞ്ച് ചെയ്ത് വെക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ബോക്സ് ആണ് കേട്ടോ വെക്കുന്നത്. എൻ്റെ ആമിയുടെയും കുറേ സാധനങ്ങൾ ഇതുപോലെ ചെറിയ ബോക്സുകളിലാക്കി ഞാൻ ഈ ചെറിയ റൂമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് എടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഓരോന്നും എടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ താഴെ പോകാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ സൂക്ഷിച്ച് വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് അതിലിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. പൂക്കളിടുന്ന 2-3 ഉരുളിയും അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, സാമ്പ്രാണി സ്റ്റിക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്ന്. അത് ഷൂറാക്കിനകത്ത് വെച്ചപ്പോഴത്തേക്ക് നല്ല സ്മെല്ലാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ജാസ്മിൻ്റെ ഫ്ലേവറിലുള്ളത് നല്ല മണമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കബോർഡ് വൃത്തിയായിട്ടിരിക്കാനും നല്ല സ്മെല്ല് വരാനും ഒക്കെ അത് സഹായിക്കും. എനിക്ക് തോന്നുന്നത് നമ്മൾ ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കുന്ന അലമാര ഉണ്ടെങ്കിൽ അവിടെയും ഈ സ്റ്റിക്ക് നമുക്ക് വയ്ക്കാം കേട്ടോ. ഡ്രസ്സിൽ പറ്റാത്ത രീതിയിൽ ഒരു പാക്കറ്റിനകത്താക്കി നമുക്ക് കബോർഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണമായിരിക്കും. ഡെയിലി ഞാൻ കുറച്ച് സമയം ബുക്സ് റീഡിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. ഉച്ചയ്ക്ക് ശേഷവും അതുപോലെ തന്നെ നൈറ്റ് ഞാനിപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണ് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബുക്സ് വായിച്ചിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോണിൽ ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഉറങ്ങുന്ന ആ ഒരു ഉറക്കത്തിനേക്കാളും എത്രയോ ബെറ്ററാണ് കേട്ടോ നമ്മളൊരു ബുക്കൊക്കെ വായിച്ചിട്ട് ഉറങ്ങുമ്പോൾ കിട്ടുന്നൊരു നല്ലൊരു സ്ലീപ്പായിരിക്കും. അതും മാത്രമല്ല, നമ്മുടെ മനസ്സിൽ കുറേ നല്ല ചിന്തകളും നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനൊക്കെ വായന നമ്മളെ ഒരുപാട് സഹായിക്കും എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. എൻ്റെ അച്ഛൻ പണ്ട് എപ്പോഴും പറയുമായിരുന്നു വായിക്കണമെന്ന്. പക്ഷേ അന്നൊന്നും എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനിതൊന്നും ചെയ്യാനായിട്ട് മെനക്കെടാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ട് മോളെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം എൻ്റെ പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് വായിക്കാനായിട്ടിരിക്കും. അപ്പോൾ നിങ്ങളും എന്തായാലും വായിക്കാൻ ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക. 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങനെ വായിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതായത് 1-2 പേജ് അല്ലെങ്കിൽ
നിങ്ങൾക്ക് വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വരും കേട്ടോ. ഞാൻ ഒട്ടും വായിക്കാത്ത ഒരാളായിരുന്നതുകൊണ്ട് എനിക്ക് തുടക്കത്തിൽ 1-2 പേജ് വായിച്ച് തീർത്തപ്പോൾ തന്നെ എനിക്കൊരു ഉറക്കം പോലെ അങ്ങനെയൊക്കെ വന്നായിരുന്നു. പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്കും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ അത് മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. എനിക്കും വായിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും ഹസ്ബൻഡിനും ഇപ്പോൾ വായിക്കാനും കൂടുതൽ വായനയിലോട്ട് ഇതാവാനും കൂടുതൽ അറിവുകൾ നേടാനും ഒക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ നമ്മുടെ മക്കളാണെങ്കിലും ഒക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അവരും കുഞ്ഞിലേ തൊട്ടേ അങ്ങനെ ഒരു ശീലം അവരിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അത് നമ്മുടെ ഭാവിക്കാണെങ്കിലും മക്കളുടെ ഭാവിക്കാണെങ്കിലും ഒക്കെ ഒരുപാട് സഹായം ചെയ്യും കേട്ടോ. സാഹിത്യപരമായിട്ടുള്ള ബുക്കുകൾ വായിക്കുമ്പോഴത്തേക്കും നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു സാഹിത്യകാരൻ ഉടലെടുക്കും. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഒന്ന് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ചിലപ്പോൾ തുടക്കം ആയതുകൊണ്ടായിരിക്കാം ഇത്രയും എക്സൈറ്റ്മെൻറ്റൊക്കെ. നിങ്ങൾ ഓൾറെഡി വായിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അല്ലേ. അപ്പോൾ എന്തായാലും വായന ഒരു നല്ല ശീലമാണ്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ എന്നെപ്പോലെ വായിക്കാതിരുന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചു തുടങ്ങണേ. ഈ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് ബുക്ക് എനിക്ക് എൻ്റെ സൂര്യ ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാനത് വായിച്ചു തീർക്കാനായിട്ട് 2 മാസത്തോളം എടുത്തായിരുന്നു കേട്ടോ. നമ്മൾ ഈ കൊടൈക്കനാലൊക്കെ പോയ സമയത്ത് പകുതി വായിച്ചിട്ട് നിർത്തിയതാണ്. പിന്നെ വന്നതിന് ശേഷമാണ് വീണ്ടും വായിച്ചു തുടങ്ങിയത്. അപ്പം ഞാൻ ഓരോ തവണ ഓരോ ബുക്കും വായിച്ച് തീർക്കുമ്പോഴത്തേക്കും തീർന്നതിന് ശേഷം മാത്രമാണ് അടുത്ത ബുക്ക് എടുക്കുകയുള്ളൂ. അല്ലാതെ എല്ലാം കൂടി വാരി വലിച്ച് വായിക്കാറില്ല. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും കേട്ടോ വായനയിൽ. ഏതാണോ നമുക്ക് ഇഷ്ടമെന്നുള്ളത് നമ്മൾ പോലും അറിയാതെ നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നമുക്ക് ബുക്സ് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം എവിടെ പോയാലും കൂടുതൽ ഇങ്ങനെ ബുക്സ് വാങ്ങിക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ പൈസ ചിലവാക്കുന്നത്. അല്ലാതെ മറ്റുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടി അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. എന്നോട് ഹസ്ബൻഡും പറഞ്ഞു നമുക്കിനി ബുക്സ് ഒരുപാട് വാങ്ങി വായിക്കാമെന്ന്. അപ്പോൾ എന്തെങ്കിലും നിങ്ങളും വായിച്ചു തുടങ്ങൂ. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ കുറേ പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. തുണികൾ കൊണ്ടുപോയി വിരിച്ചു, ഭക്ഷണം കഴിച്ചു. പിന്നെ ഇതിനിടയിൽ തന്നെ വായിക്കാനായിട്ടിരുന്നു. ഒരു 3-4 പേജ് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് ഹസ്ബൻഡിന് വൈകുന്നേരം ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയും ബ്രൊക്കോളിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ആമി സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാനിത് റെഡിയാക്കി വെച്ചേക്കും. അപ്പോഴാണ് ഹസ്ബൻഡിന് അത് നേരത്തെ 4:30 ആകുമ്പോഴത്തേക്കും പോകാനുള്ളതാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആമിയുടെ കാര്യവും നോക്കാമല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ബ്രൊക്കോളി ഞാനിതിന് മുന്നേയും ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രൊക്കോളിയുടെ പേര് ഇവിടെ തമിഴിൽ പറയുന്നത് പച്ചൈപ്പൂ എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ ഈ ബ്രൊക്കോളിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഓരോ ഫുഡൊക്കെ നോക്കുമല്ലേ ഏതാണ് ആ സമയത്ത് കഴിക്കേണ്ടതെന്നൊക്കെ. അങ്ങനെ ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത് ബ്രൊക്കോളി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. കോളിഫ്ലവർ പോലെ ഇരിക്കും, പക്ഷേ പച്ച കളറാണത്രേ. അത് നമുക്ക് ആ ഒരു ടൈമിൽ കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത് ആ ഒരു പ്രഗ്നൻസി പീരീഡിലാണ്. പക്ഷേ അന്ന് എനിക്കാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. കാരണം ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയത് കാരണം കൊണ്ട് എനിക്കത് കുക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വാങ്ങത്തേ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമിക്ക് ഒരു 2 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ബ്രൊക്കോളി മേടിച്ച് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ അന്നൊക്കെ ആണെങ്കിൽ കിട്ടാനായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും ഇരിപ്പുണ്ട്. റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കുന്നത് കാണാം കേട്ടോ. അതാണെങ്കിൽ ഇത്രയും ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ നമ്മൾ നല്ല ബ്രൊക്കോളി നോക്കിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പച്ച കളറിൽ കിട്ടുന്ന ബ്രൊക്കോളി എടുക്കണം. ചിലതാണെങ്കിൽ ഒന്ന് ചെറുതൊരു കരിഞ്ഞതുപോലെയൊക്കെ ഇരിക്കും, ഉണക്കൽ പോലെയൊക്കെ ഇരിക്കും. അങ്ങനത്തത് അധികം ടേസ്റ്റ് കാണത്തില്ല കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ സൂപ്പ് ഉണ്ടാക്കി കുടിക്കാം. പൊട്ടറ്റോയും ക്യാരറ്റും ബ്രോക്കോളിയും എല്ലാം കൂടി ഇട്ടിട്ട് സ്റ്റീം ചെയ്തിട്ട് കുഞ്ഞ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ വേണമെങ്കിൽ കുറച്ച് ചീസൊക്കെ ഒന്ന് ഇട്ടിട്ട് സോർട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിക്കാം. ആദ്യം ഇതൊന്ന് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കുക. അതിന് ശേഷം ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം കുറച്ച് മുട്ട ഉണ്ടല്ലോ, മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ബ്രോക്കോളിയും കുറച്ച് സവോളയും എല്ലാം കൂടി വഴറ്റിയതും കൂടി മിക്സ് ചെയ്തിട്ട് ഈ മുട്ടയിലൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വട പോലെ ഇങ്ങനെ ആ ഒരു ഷേപ്പിനാക്കിയിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഒരുപാട് റെസിപ്പീസ് ഇതിൽ ചെയ്യാൻ പറ്റും കേട്ടോ. കൂടുതലായിട്ടും പുറം രാജ്യത്തുള്ള ആൾക്കാരാണിത് യൂസ് ചെയ്യുന്നതും അവർ വേറെ രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഇതുപോലെ യൂട്യൂബിൽ തന്നെ കണ്ടതാണ് ഈ ഒരു റെസിപ്പി, മുട്ടയിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഞാൻ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല. ഒരു ദിവസം എനിക്കിനി ഇത് അങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് ചെയ്യുന്ന സമയത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ മസാല ഇട്ടിട്ടുള്ള കറിയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ ചപ്പാത്തിക്കാണ് ഇത് കൂടുതലും എടുക്കാറുള്ളത്. ചോറിനൊപ്പം കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ഇതുവരെയും മേടിച്ചിട്ടില്ല, വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിക്കുക കേട്ടോ.
പിന്നെ ഇതിനൊരു തന്നെ ചപ്പാത്തിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം എടുത്തിട്ടുണ്ട്. 3 ചപ്പാത്തിയാണ് പുള്ളി കൊണ്ടുപോകുള്ളൂ. അതുപോലെ തന്നെ ബ്രൊക്കോളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനിടയിൽ ചപ്പാത്തിയൊക്കെ റെഡിയാക്കിയപ്പോഴത്തേക്കും സമയം ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് മോളെ വിളിക്കാനായിട്ട് പോകാനായിട്ട് റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വൈകുന്നേരം ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ട്. രാവിലെയും അത്യാവശ്യം ചൂടുണ്ട്. അതുകൊണ്ട് വൈകുന്നേരത്തെ ചായ കൂടി ഇപ്പോൾ ഹസ്ബൻഡ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇതുപോലെ കുക്കുംബർ ജ്യൂസാണ് കേട്ടോ അടിച്ചു കുടിക്കുന്നത്. ഇതിങ്ങനെ നാടൻ കുക്കുംബർ, നമുക്ക് ഓർഗാനിക് കുക്കുംബർ ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ കുക്കുംബർ കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ മതി, നല്ലതാണ്. അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്തൊക്കെ ശരീരം നന്നായിട്ട് തണുക്കാനും ഒക്കെ ബെസ്റ്റാണ്. ഇതിനകത്ത് ഉപ്പോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. വെറുതെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. ഈ കുക്കുംബറിനുള്ളിൽ വെള്ളം ഉള്ളതാണ്, അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ആദ്യം വെള്ളം ഒഴിക്കാതെ അരയ്ക്കുക. അതിനുശേഷം കുറച്ചൊരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഹസ്ബൻഡിന് വെള്ളം ഒഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.